പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്കർഹമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പ്രപഞ്ചം മുഴുവന് നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 13-ാം തിരുവചനം. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. സ്നേഹീശോയെ, അനുഗ്രഹത്തിൻ്റെ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിങ്ങളുടെ ജീവിതം കർത്താവിൽ ഭരമേൽപ്പിക്കുവിനെന്നും അവിടുന്ന് നോക്കിക്കൊള്ളുമെന്നും നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ലെന്നും വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ വഹിക്കാവുന്നതിലും അധികമായ ബാധ്യതകളാൽ ഭാരമേറുമ്പോൾ, സഹിക്കാനാവാത്ത സമ്മർദ്ദങ്ങളാൽ ആകുലപ്പെടുമ്പോൾ, കർത്താവേ, അങ്ങ് കൂടെയുണ്ടാകണമേ. താങ്ങാൻ ആരുമില്ല, നീ മാത്രം. ഞങ്ങളുടെ മക്കളെ ഓർത്ത്, അവരുടെ ഭാവി ജീവിതം ഓർത്ത് ഇന്നൊത്തിരി മനസ്സ് അസ്വസ്ഥമാണ് ഈശോ. മക്കളേതാ ഈ പ്രഭാതത്തിൽ നിൻ്റെ കരങ്ങളിലേക്ക് ഭരമേൽപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതം, ഭാവി ജീവിതം, ജോലി, പഠന മേഖലകളൊക്കെ ഓർത്ത് ഒത്തിരി ആകുലതകൾ ഇന്ന് ഞങ്ങൾക്കുണ്ട് ഈശോയെ. ഞങ്ങൾ മാതാപിതാക്കളുടെ മനസ്സ് നിറയെ എപ്പോഴും മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ്. അവരുടെ നല്ല ജീവിതം സ്വപ്നം കണ്ട് ജീവിക്കുന്ന ഞങ്ങളെ ഈശോ നീ കൈവിടല്ലേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ നീ കേൾക്കാതെ പോകരുതേ. ഞങ്ങളുടെ മക്കൾ ഇന്ന് പോകുന്ന വഴികളിൽ, അവരുടെ യാത്രകളിൽ അങ്ങയുടെ സാന്നിധ്യമുണ്ടാകണമേ. ജീവിത പങ്കാളിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏറ്റെടുക്കണേ ഈശോ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്നിൻ്റെ, ദുശീലങ്ങളുടെ, ചീത്ത കൂട്ടുകെട്ടിൻ്റെ, തെറ്റായ സ്നേഹബന്ധത്തിൻ്റെ കെട്ടുപാടുകളിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ മാനസാന്തരത്തിനായി നിരന്തരം കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനകളെ ഈശോ ഈ സമയം നീ ചെവിചായ്ച്ചു കേൾക്കണമേ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും പ്രയത്നങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ. പരിശുദ്ധാത്മാവേ, സഹായകനായി അങ്ങ് കൂടിയുണ്ടാവണമേ. ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ ഭരിക്കണമേ, ഞങ്ങളെ നിയന്ത്രിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. എന്നെ കാക്കുന്ന കർത്താവിൻ്റെ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിച്ചിരിക്കുന്ന എന്നെ ഈ ദിവസം പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ. പാപക്കെണിയിൽ നിന്നും എല്ലാ അപകട വഴികളിൽ നിന്നും എന്നെ കാത്ത് ജീവിതാന്ത്യത്തിൽ സ്വർഗത്തിലെത്താൻ സഹായിക്കണമേ. എൻ്റെ പേരിന് കാരണമായ വിശുദ്ധനെ, വിശുദ്ധയെ, ഇന്നത്തെ എൻ്റെ ജീവിതം എല്ലാവിധത്തിലും അനുഗ്രഹപൂർണമാകുവാൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥ്യം വഹിക്കണമേ. അങ്ങയുടെ സഹായത്താൽ എൻ്റെ അനുദിന ജീവിതം സുഹൃതസമ്പന്നമാകുവാനും അവസാനം സ്വർഗത്തിൽ അങ്ങയോടൊത്ത് ദൈവത്തെ അനവരതം പാടി സ്തുതിക്കുവാനും ഇടയാക്കണമേ. ആമേൻ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വരേണമേ. നേതാക്കന്മാരുടെ നേതാവേ, നിന്റെ നന്മ നിറയേണമേ. രാജാക്കന്മാരുടെ രാജാവേ, നിന്റെ രാജ്യം വര
നിറയേണമേ, നിന്റെ നന്മ നിറയേണമേ, നിന്റെ നന്മ നിറയേണമേ. ഇന്ന് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെ തിരുനാളാണ്. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കാം. കന്യകാമറിയമേ, സ്നേഹവും കരുണയും നിറഞ്ഞ ഹൃദയവും മക്കളുടെ സഹായത്തിനായി എപ്പോഴും കർമ്മനിരതമാകുന്ന കൈകളുമുള്ള മാതാവേ, എൻ്റെ ജീവിതത്തിലെ കുരുക്കുകളെ നിന്റെ കരുണ നിറഞ്ഞ കണ്ണുകളാൽ കടാക്ഷിക്കണമേ. നിന്റെ കൈകൾ കഴിക്കാനാവാത്ത കുരുക്കുകളില്ലല്ലോ. കരുത്തുറ്റ മാതാവേ, നിന്റെ കൃപയാലും നിന്റെ മകനും എൻ്റെ വിമോചകനുമായ ഈശോയുടെ പക്കലുള്ള നിന്റെ മാധ്യസ്ഥ ശക്തിയാലും ഈ കുരുക്ക് നീ കയ്യിലെടുക്കണമേ. നമ്മുടെ നിയോഗം നമുക്ക് സമർപ്പിക്കാം. ദൈവമഹത്വത്തിനായി ഈ കുരുക്ക് എന്നേക്കുമായി അഴിച്ചു കളയണമേ. അമ്മേ, എൻ്റെ ഈ അപേക്ഷ കേൾക്കണമേ, വഴി നടത്തണമേ, സംരക്ഷിക്കണമേ. ആമേൻ. സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും. അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. കുരുക്കഴിക്കും മാതാവേ, കുരുക്കഴിക്കും മാതാവേ, അസാധ്യമായതെന്തും സാധ്യമാക്കും ഈശോ മിശിഹായുടെ അമ്മേ, ഭാഗ്യവതി നീ എന്നും. കുരുക്കഴിക്കും മാതാവേ, കുരുക്കഴിക്കും മാതാവേ. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമായ ഒരു നിയോഗം, നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും നടക്കാത്ത ആ നിയോഗം ഈശോയുടെ മുന്നിൽ സമർപ്പിച്ചേ. ഒത്തിരി മക്കൾ പ്രാർത്ഥിച്ച അനുഗ്രഹം പ്രാപിച്ച ഈശോയുടെ തിരുമുഖത്തിൻ്റെ ഒരു അത്ഭുത പ്രാർത്ഥനയുണ്ട്. ഈ പ്രഭാതത്തിൽ ഉണർന്ന് നിങ്ങൾ ത്യാഗപൂർവം പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ മേൽ വലിയ കരുണ കാണിക്കും. നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഈശോ വലിയ കരുണ കാണിക്കും. 9 തവണ ഈ അത്ഭുത പ്രാർത്ഥന ചൊല്ലി നമ്മുടെ നിയോഗത്തിനായി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ.
നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ. നിത്യപിതാവേ, പാടുപീഡകളാൽ വിരൂപമാക്കപ്പെട്ട അങ്ങേ തിരുക്കുമാരൻ്റെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്ത് ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങൾ അപേക്ഷിക്കുന്ന കാര്യങ്ങൾ സാധിച്ചു തരണമേ.